നമസ്കാരം, ഞാൻ ശ്രുതിനിധി. ശ്രുതിസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐസ്ക്രീമാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു വാനില ഐസ്ക്രീം ആട്ടോ ചെയ്യുന്നത്. ഇതിൽ ക്രീമോ മറ്റുള്ളതൊന്നും ഉപയോഗിച്ചിട്ടില്ല. അല്ലാണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള പാലും ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ്. ഇതിൽ പഴം ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് നമ്മൾ പഴം ഐസ്ക്രീമൊന്നും അല്ലാട്ടോ ഉണ്ടാക്കുന്നത്, നല്ലൊരു വാനില ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ കാണുന്നതിന് മുന്നേ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ പഴം ചേർക്കുന്നുണ്ട്. ഈ വലുപ്പത്തിലുള്ള 2 പഴമാണ് ചേർക്കുന്നത്. ഇത് ഞാലിപ്പൂവൻ പഴമാണ്. അപ്പോൾ മറ്റുള്ള പഴങ്ങളൊന്നും എടുക്കണ്ട കേട്ടോ. ഞാലിപ്പൂവൻ പഴം ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1.5 കപ്പ് പാല് ഇവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ 250 മില്ലിലിറ്ററിന്റെ കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കപ്പിന് പകരം ഒരു ഗ്ലാസ് ഉപയോഗിച്ചാലും മതി. എന്നിട്ട് ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ഐസ്ക്രീമിന് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 11 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മളൊരു ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പ് പാലും കൂടി നമുക്ക് ആവശ്യമുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാട്ടോ ചേർക്കുന്നത്. ഈ ഗോതമ്പ് പൊടി പാലിൽ കട്ടയില്ലാണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഈ പാലിന് ഗോതമ്പ് പൊടി നന്നായിട്ട് ഒന്ന് അലിയിപ്പിച്ചെടുക്കുക. കുറച്ച് കട്ടയൊന്നും ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അധികം കട്ടകളൊന്നും ഇല്ലാണ്ട് ഒരു നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ തിളച്ച് വരുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ ഇങ്ങനെ തിളച്ച് വന്നു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പൊ അങ്ങനെ 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പാല് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഞാൻ ഇതിലോട്ട് നേരത്തെ നമ്മൾ കലക്കി വെച്ചിട്ടില്ലേ ഗോതമ്പ് പൊടിയും പാലൊക്കെ കൂടിയിട്ട് ഒരു 1/2 കപ്പ് പാലില് ആ ഒരു മിക്സ് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാണ്. അപ്പൊ ഒഴിക്കുന്നതിന് മുന്നേ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അടിയിൽ ഗോതമ്പ് പൊടി തങ്ങി നിൽക്കുന്നുണ്ടാവും. അപ്പൊ മൊത്തം നമ്മൾ 2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്, അതായത് 1/2 ലിറ്റർ പാല്. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഈ പാലിലോട്ട് ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഈ സമയത്ത് തന്നെ ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ നെയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെണ്ണയായാലും ചേർക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഗോതമ്പ് പൊടിയുടെ മിക്സ് ഒഴിച്ചു കൊടുത്തോണ്ട് തന്നെ ഇത് കൈയെടുക്കാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയെ പിടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പൊ അങ്ങനെ ഇത് 4 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. കൈ എടുക്കാണ്ട് തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അപ്പൊ 4 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പാകത്തിനായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുത്താൽ മതി. അപ്പൊ നമ്മൾ ഗോതമ്പ് പൊടി ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് തന്നെ ഇളക്കി എടുത്താൽ മതി. അപ്പൊ അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പൊ തന്നെ ഈ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് ഈ സമയത്ത് നമ്മൾ നേരത്തെ തന്നെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഞാലിപ്പൂവൻ പഴല്ലേ, അത് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അപ്പൊ തന്നെ ഒരു തവി ഉപയോഗിച്ചിട്ട് അത് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം. ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ മാത്രമായിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ ഈ പാലിന്റെ ഈ മിക്സ് നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിൽ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം നമുക്ക്. അങ്ങനെ 1 മിനിറ്റ് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് അടിച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് നമുക്കൊന്ന് പകർത്തി കൊടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് ഐസൊക്കെ പിടിക്കാനായിട്ട് സ്റ്റീൽ പാത്രം നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണുള്ളതെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിന്റെ ആണെങ്കിൽ അതെടുക്കുക. എന്നിട്ട് നന്നായി അടച്ചതിന് ശേഷം ഒരു 2-3 മണിക്കൂർ നന്നായിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക. അങ്ങനെ 3 മണിക്കൂറിന് ശേഷം ഞാനിത് ഫ്രീസറിൽ നിന്ന് എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്.
അപ്പൊ ഇതിപ്പോ കട്ടയായിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സിയുടെ ബൗളിലിട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നേരത്തെ അടിച്ച മിക്സിയുടെ ബൗൾ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സെയിം ബൗളിൽ തന്നെയാണ് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കറക്കിയെടുക്കുന്നത്. അപ്പൊ നിങ്ങളെടുത്ത പഴത്തിന്റെ പഴുപ്പിനനുസരിച്ചിട്ട് ചിലപ്പോൾ മധുരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ അടിച്ചതിന് ശേഷം നിങ്ങൾ മധുരം നോക്കാട്ടോ. മധുരം വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. അതായത് മധുരം എന്ന് പറയുമ്പോൾ കുറച്ചൊരു മുന്നിട്ട് നിൽക്കണം, എങ്കിൽ മാത്രമാണ് ഐസ്ക്രീം ആയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് മധുരമായിട്ട് തോന്നുള്ളൂ. പിന്നെ ഇതിലേക്കായിട്ട് പഴം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കണം. ഇപ്പൊ ഇത് നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പൊ അതിനായിട്ട് നമ്മൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ സ്റ്റീൽ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിലോട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഒരു 8 മണിക്കൂറോ അല്ലെങ്കിൽ ഓവർനൈറ്റോ വെക്കുന്നതാട്ടോ നല്ലത്. അപ്പൊ അതിനുശേഷം എടുത്തിട്ട് നിങ്ങൾ സെർവ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ വെക്കുന്ന സമയത്ത് ഫ്രിഡ്ജിന്റെ തണവില്ലേ ഏറ്റവും കൂട്ടി വെക്കാൻ നോക്കാട്ടോ. ഇനി ഇത് അടച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാം. അപ്പൊ ഞാനിത് ഓവർനൈറ്റ് ആണ് വെക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് അടയ്ക്കുന്നതിന് മുന്നേ വേണമെങ്കിൽ ഇതിന്റെ മുകളിൽ ഐസ് ഒന്നും വീഴാണ്ടിരിക്കാനായിട്ട് ഇതിന്റെ മുകളിലായിട്ട് ഒരു അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ ബേക്കിംഗ് പേപ്പറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ അങ്ങനെ വെച്ച് കവർ ചെയ്തതിന് ശേഷം മൂടി ഉപയോഗിച്ച് അടച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഓവർനൈറ്റ് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഞാൻ ഇപ്പൊ ഇത് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ടാവും. സെർവ് ചെയ്യാനായിട്ട് ഒരു 3-4 മിനിറ്റ് മുന്നേ തന്നെ എടുത്തേക്കാണെങ്കിൽ നമുക്ക് സ്കൂപ്പ് ചെയ്യുമ്പോൾ എളുപ്പം ഉണ്ടാവും. അപ്പോൾ എനിക്കിവിടെ സ്കൂപ്പർ ഒന്നും ഇല്ല, ഞാൻ സാധാ പോലെ ഒരു കയ്യിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാനില ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സെയിം ടേസ്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, ആ ടേസ്റ്റ് ഒന്നല്ല. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, അപ്പൊ ഇതിന്റെ ടേസ്റ്റ് ശരിക്കും മനസ്സിലാവും. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് ഇത് കഴിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഈ ഐസ്ക്രീം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പൊ കഴിച്ചവർക്കൊക്കെ ഇത് ഇഷ്ടമായ കാരണം വീണ്ടും വീണ്ടും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ വലതുഭാഗത്ത് ആയിട്ട് ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടായിരിക്കും, സബ്സ്ക്രൈബ് എന്ന് എഴുതിയത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതോടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കണും കൂടി വരും, അപ്പൊ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാൻ ചിലപ്പോൾ അടുത്ത ഐസ്ക്രീമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റെസിപ്പീസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കിയൊക്കെ നോക്കിയിട്ട് എന്ത് അഭിപ്രായമായാലും അത് കമന്റിലൂടെ ഒക്കെ അറിയിക്കണം കേട്ടോ. അത് മാത്രമല്ല നിങ്ങൾക്ക് ഏതൊക്കെ ഐസ്ക്രീം ഫ്ലേവേഴ്സ് ആണ് ഇഷ്ടമുള്ളതെന്നും കൂടി കമന്റിലൂടെ അറിയിക്കണം. അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾ എല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. അപ്പൊ വീണ്ടും കാണുന്നവരെ ബൈ.